അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മൾ മുടിയെക്കുറിച്ച് ഒരു വീഡിയോ നരച്ച മുടിയെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അൽഹംദുലില്ലാഹ് കുറേ ആളുകൾ കാണുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മുടിയെ പറ്റി മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ദാരിദ്ര്യമുണ്ടാകുന്ന, മുടിയിൽ ശ്രദ്ധിക്കേണ്ട ദാരിദ്ര്യവും മുടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ തലയിൽ പേൻ ഉണ്ടാവും. ആ പേൻ കൊണ്ട് എന്തെങ്കിലും ദാരിദ്ര്യം വരാറുണ്ടോ? രാത്രിയിൽ പേൻ കൊല്ലാമോ? പേനിനെ കൊല്ലാതെ നിലത്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വലിയ ശക്തമായ അധികരിച്ച പേൻ ശല്യമുള്ളവർക്ക് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നൊക്കെ തുടങ്ങി ആ മുടിയും അതുപോലെ പേനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വരാൻ ആഗ്രഹിക്കാത്തതും വരല്ലേ എന്ന് ദുആ ചെയ്യുന്നതുമാണ് ദാരിദ്ര്യം എന്നുള്ളത്. ദാരിദ്ര്യം വരാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ പല വീഡിയോകളായിട്ട് കേട്ടവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. പല നമുക്ക് സംശയമാണ്, അത് ചെയ്ത ദാരിദ്ര്യം വരുമോ, ഇത് ചെയ്ത ദാരിദ്ര്യം വരും, സംശയമാണ്. അങ്ങനെ ദാരിദ്ര്യം വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പേൻ. പേൻ എന്ന് പറഞ്ഞാൽ അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ പേനുള്ള എല്ലാ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടെന്ന് അർത്ഥമില്ല. ഈ വീഡിയോ മൊത്തം നമ്മൾ കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ പേൻ എപ്പോഴും ഉണ്ടാകുന്ന തലമുടിയിലാണ്. പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് പറയുന്നത് പേനിന്റെ ഭക്ഷണം എന്നുള്ളത്, പേൻ കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ രക്തത്തെ വലിച്ചൂറ്റിയെടുക്കും. തലച്ചോറിന്റെ രക്തത്തെ, തലയിലുള്ള രക്തത്തെ വലിച്ചൂറ്റിയെടുക്കുന്നതാണ് അത് ഭക്ഷിക്കുന്നത് എന്നൊക്കെ കാണാം. അതുകൊണ്ട് പേൻ കൊല്ലുമ്പോൾ രക്തത്തിന് കളർ ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കരുത്. അത് ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ എഴുതുന്നത് തലച്ചോറിന്റെ രക്തം ഊറ്റി കുടിക്കലാണ് അതിന്റെ ഭക്ഷണമെന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ, അവരുടെ ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മുടിയെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ മുടിയെ ശ്രദ്ധിക്കണമെന്നും മുടിയുള്ളവൻ അതിനെ ആദരിച്ചു കൊള്ളട്ടെ എന്നും മുത്തനബിയുടെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും മുടി വെട്ടുന്നത് പല കോലത്തിലാണ്. ആണുങ്ങളാണെങ്കിൽ ഇന്ന് ഫുട്ബോൾ അടക്കമാണല്ലോ, അവരുടെ ഇഷ്ടപ്പെട്ട കളിക്കാരുടെ കോലത്തിലാണ്, പല പാപത്തിലും പല കോലത്തിലാണ്. അപ്പോൾ ആണുങ്ങൾ മാത്രമാണെങ്കിൽ ഇന്ന് പെണ്ണുങ്ങൾ പല കോലത്തിലാണ് മുടി വെട്ടണം. എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, സ്ത്രീകൾ 5 രീതിയിൽ മുടി വെട്ടൽ ഹറാമാണ്. ഉമ്മമാരെ, നിങ്ങൾ മുടി വെട്ടി മുറിക്കുന്നവരാണ്, ലെവൽ ചെയ്യുന്നവരാണ്, അതിങ്ങനെ പല കോലത്തിൽ കാണിക്കും. പക്ഷെ 5 രീതി നിങ്ങൾ മുടി വെട്ടിയാൽ അത് ഹറാം, ഹറാം, ഹറാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, അന്യ പുരുഷനെ വശീകരിക്കാൻ എന്ന രീതിയിൽ അന്യ പുരുഷന്മാരെ കാണട്ടെ എന്ന മനസ്സിലെ ആഗ്രഹത്തിൽ നിങ്ങൾ മുടി ഒതുക്കുകയോ മുടി വെട്ടുകയോ അത് ലെവൽ ചെയ്യുകയോ എന്ത് ചെയ്താലും വഹുവ ഹറാം, ഹറാമാണ്. അന്യ പുരുഷന്മാരെ കാണട്ടെ, എന്നെ മറ്റുള്ളവർക്കൊന്ന് കാണട്ടെ, എന്നെ മുടിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന ചിന്തയാണെങ്കിൽ അത് ഹറാമാണ്. രണ്ടാമത്തത്, അവിശ്വാസികളോട് സാദൃശ്യം, അതായത് ഇസ്ലാമിന് പുറത്തുള്ള ആളുകളുടെ സാദൃശ്യത്തിനോട് ചേർന്നും കൊണ്ട് മുടിവെട്ടൽ, അത് പാടില്ല. മൂന്നാമത്തത്, പുരുഷന്മാരുടെ മുടിയോട് സാദൃശ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് വലിയ നീളമുള്ള മുടിയല്ല അല്ലേ? അതുപോലെ അന്ന് പല സഹോദരിമാരും മുടി തീരെ പറ്റയടിച്ച്, മുടി വെറും പറ്റയടിച്ച് നടക്കാണ്, മുടിയില്ല. അത് ആണിന്റെ മുടി പോലെയാണ്, അത് പാടില്ല, ഹറാമാണെന്ന് കിതാബുകൾ കാണാം. അതുപോലെ നാലാമത്തത്, അന്യ പുരുഷന്മാർ സ്ത്രീകളെ മുടി വെട്ടാൻ പാടില്ല. നമ്മൾ ഇന്ന് ബ്യൂട്ടി പാർലറുകളിൽ പോയാൽ പല ബംഗാളികളും പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവരോട് നമ്മളിങ്ങനെ പറയും, അവർ ജോലി ചെയ്യും, പുരുഷന്മാര് സ്ത്രീകളെ മുടി വെട്ടാൽ, അന്യ പുരുഷന്മാർ ഭർത്താവിനെ കൊണ്ട് വെട്ടിക്കാം, മക്കളെ കൊണ്ട് വെട്ടിക്കാം, സഹോദരനെ കൊണ്ട് വെട്ടിക്കാം. പക്ഷെ അന്യ പുരുഷന്മാർ സ്ത്രീകളുടെ മുടി വെട്ടൽ ഹറാമാണ്. അഞ്ചാമത്തത്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ മുടി വെട്ടൽ ഹറാമാണ്. ഈ 5 രീതിയും പെണ്ണ് മുടി വെട്ടൽ ഹറാമാണ്. പുരുഷന്മാരുടെ വീഡിയോ മറ്റൊരു വീഡിയോ നമ്മൾ പറയാനുണ്ട്, പുരുഷന്മാരെ സംബന്ധിച്ച്, സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 5 കാര്യങ്ങൾ ഹറാമാണ്. അപ്പോഴും മറ്റൊരു സംശയം, ഉസ്താദേ മുടിയില്ല, വെപ്പ് മുടി, വിഗ് വെക്കാൻ പറ്റുമോ? വിഗ് വെക്കാൻ പറ്റുമോ? പാടില്ല, അത് പാടില്ല. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നുകൊണ്ട് വിഗ് വെക്കാൻ പാടില്ല. അതോടൊപ്പം ക്യാൻസർ പേഷ്യന്റുകൾക്ക് മുടി കൊടുക്കാമോ? അത് പാടില്ല, അതും പാടില്ല. ഇത് പറയുമ്പോൾ ഉസ്താദ് നിങ്ങൾ എന്ത് ക്രൂരനാണ്, ക്യാൻസർ പേഷ്യന്റിന് മുടി കൊടുത്തു എന്നോർത്ത് എന്താ നഷ്ടം? പാടില്ല, മുടി നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പറിച്ചെടുക്കുന്ന മുടിയുണ്ടല്ലോ, വെട്ടിക്കളയുന്ന മുടിയുണ്ടല്ലോ, അത് വെച്ച് പിടിപ്പിക്കാൻ പാടില്ല.
അതങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുടി ദാനം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ മുടി കളർ വെച്ച് പിടിപ്പിക്കാനും പാടില്ല. എന്നാൽ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കറുപ്പിക്കൽ ഹറാമാണ്. കളർ പറ്റും, പക്ഷേ വെള്ളം ചേരുന്നതിനെ തടയാൻ പാടില്ല. പല കളർ മുടി തേക്കുന്നവരുണ്ട്. മഞ്ഞ തേക്കും, പച്ച തേക്കും, നീല തേക്കും, ബ്രൗൺ കളർ, അതൊക്കെ മുടി അങ്ങനെ ആക്കിക്കോ, പ്രശ്നമില്ല. പക്ഷെ വെള്ളം ചേരുന്നതിനെ തടഞ്ഞാൽ കുളി ശരിയാവൂല, ഒന്നും ശരിയാവൂല. നിസ്കാരം ഉണ്ടെങ്കിലല്ലേ ഉസ്താദ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കൂലേ? നിസ്കരിക്കണം. നിസ്കരിക്കാത്തവരാണ് നമ്മൾ നിസ്കരിക്കൂലോ ഉസ്താദ്, പിന്നെ മന്ത് മുടി വെച്ചാൽ എന്താ പ്രശ്നം? സഹോദരി, അതൊക്കെ അള്ളാഹുവിനോട് അഹങ്കാരം കാണിക്കലാണ്. നമ്മളങ്ങ് മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. മയ്യത്ത് കുളി ശരിയായില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താ നേട്ടം? അള്ളാഹ് കാക്കട്ടെ. അപ്പൊ വെള്ളത്തിന് ചേരുന്ന കളറുകൾ പാടില്ല. അതുപോലെ മുടി നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ മടങ്ങുകയാണ്. ദാരിദ്ര്യം വിളിച്ചു വരുന്ന കാര്യം, രാത്രി മുടി ചീകൽ ദാരിദ്ര്യം വരും. രാത്രി മുടി ചീകൽ, നമ്മൾ മുടി ഇങ്ങനെ ഒതുക്കൂലേ, ചീർപ്പ് വെച്ച് നമ്മളിങ്ങനെ മുടി ചീകൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്ന ഹദീസുകൾ കാണാം. അതുപോലെ രാത്രി പേനിനെ കൊല്ലൽ ദാരിദ്ര്യം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ പേനിനെ നമ്മൾ കിട്ടിയാൽ കൊല്ലണം. പേൻ കൊല്ലാതെ നിലത്ത് വീണാൽ ആ പേൻ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ദാരിദ്ര്യം ഇങ്ങനെ അലിഞ്ഞുണ്ടാവുന്നതാണ്. ഇഴഞ്ഞിഴഞ്ഞ് പോകും പോലെ ഇഴഞ്ഞിഴഞ്ഞ് ദാരിദ്ര്യം വരും. അങ്ങനെയാണ്. പേനിനെ കൊല്ലാതെ വിടാൻ പാടില്ല. കയ്യിൽ നിന്ന് പോയാൽ ദാരിദ്ര്യം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പൊ അത്രയും സൂക്ഷ്മതയോടെ വലിച്ചെടുത്ത് അതിനെ കൊല്ലണമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ പേൻ അധികരിക്കുന്നതിന് കാരണം എന്താ? പേൻ അധികരിക്കുന്നതിന് കാരണം കിതാബുകൾ കാണാം. ബീഫ് അധികമായി തിന്നുന്നവർക്ക് പേൻ അധികരിക്കും. ബീഫ് അധികമായി തിന്നുന്നവരുടെ തലയിൽ പേനുണ്ടാവും. അപ്പൊ ബീഫ് ഇല്ലാത്തവരുടെ തലയിൽ പേനുണ്ടാവില്ല എന്നല്ല, കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളോട് പറയാം. ബീഫ് അധികമായി കഴിക്കുന്നവരുടെ തലയിൽ കൂടുതൽ പേൻ ശല്യം ഉണ്ടാകുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് പേൻ ഇങ്ങനെ ശക്തമായി എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും പേന് കൊല്ലാതിട്ട ദാരിദ്ര്യം ഉണ്ടാകും. പേൻ വരാൻ പ്രധാനപ്പെട്ട കാരണം ബീഫ് അധികമായി, വല്ലപ്പോഴും കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല, അധികമായി ബീഫ് കഴിക്കുന്നവരുടെ തലയിൽ നല്ല പേൻ ഉണ്ടാവും. ഇനി അതല്ല, മറ്റു കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർ തലയിൽ നിന്ന് നമുക്കിലേക്ക് വേഗം പേൻ പടരും. അടുത്ത് കിടക്കുന്നത് കൊണ്ടൊക്കെ പേൻ വരാറുണ്ട്. ആ പേനെ കൊല്ലാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉസ്താദേ, ഇനി തേക്കാൻ ഷാമ്പുകളില്ല, ഒന്നും. എന്നാൽ ഞാൻ ഈ പറയുന്ന 2 ടിപ്സുകൾ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കി. പലർക്കും അങ്ങനെ ചെയ്ത് മാറ്റമുണ്ട്. എന്താണ്? ഒന്നാമത്തത്, ഒരു 8-10 വെളുത്തുള്ളി എടുക്കുക. ചെറിയ പീസ് വെളുത്തുള്ളിയില്ലേ, അല്ലിയില്ലേ വെളുത്തുള്ളി, അതെടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 നാരങ്ങ, ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു വീത്തുക. നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഉറപ്പായും പേന് ശമനം ഉണ്ടാവും. ഇനി മറ്റൊന്ന്, ഒലീവ് ഓയിൽ ഉണ്ടാവും. ഒലീവ് ഓയിൽ രാത്രി കിടക്കാൻ നേരം ഒരല്പം എടുക്കുക. നമ്മുടെ തലയിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക, തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുക? കുളിക്കുക. എന്നിട്ട് മുടി ഒന്ന് ചെയ്യുക. ഉറപ്പായും പേന കാണും. പേൻ പോവും, ഉറപ്പാണ്. അത് ചീപ്പ് വെച്ച് നമ്മളിങ്ങനെ ചീകി കളഞ്ഞാൽ പേൻ ചിലപ്പോൾ ചത്തിട്ടുണ്ടാകും, ചിലപ്പോൾ ജീവനോടെ കിട്ടിയിട്ടുണ്ടാകും. കൊന്നു കളഞ്ഞേക്ക്. ഒരു എളുപ്പവഴിയോട് പറഞ്ഞുതരാം. മൂന്നാമത്തത്, വെളിച്ചെണ്ണയില്ലേ, വീട്ടിൽ വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരല്പം ആപ്പിൾ സിഡാർ വിനാഗിർ ഉണ്ട്. ആ വിനാഗിർ എടുത്തിട്ട് രണ്ടുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 2 തവണ തലമുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. കുറെ നേരം കഴിഞ്ഞ് കഴുകി കളയുക. ഉറപ്പായും പേൻ, ഉറപ്പായും. ഈ പലർക്കും അനുഭവം കൂടുതൽ കിട്ടിയേക്കുന്നത് ഈ വെളിച്ചെണ്ണയും ആപ്പിൾ സിഡാർ വിനാഗറും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ ഇങ്ങനെ തേക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആഴ്ച 2 തവണ കഴുകി കളയുക. ഉറപ്പായും മാറ്റം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ദാരിദ്ര്യങ്ങളോട് കാക്കട്ടെ. അപ്പൊ മുടി നമുക്ക് നല്ലതാണ്. ആ മുടിയെ നമ്മൾ പരിപാലിക്കണം, അത് സുന്നത്താണ്. പക്ഷെ പേൻ അതിനെ കിട്ടിയാൽ നമ്മൾ കൊല്ലണം. കൊല്ലാതെ നിലത്തിടാൻ പാടില്ല, ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. രാത്രി പേൻ കൊല്ലാൻ പാടില്ല, മുടി കറുപ്പിക്കാൻ പാടില്ല. അതുപോലെ വിഗ് നമുക്ക് ഇസ്ലാമിൽ അനുവദനീയമല്ല. വിഗ് വെക്കാവുന്ന രീതിയൊക്കെ ഉണ്ട്. അതിന് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുണ്ട്. കുറഞ്ഞ സമയം നമുക്ക് 10 മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അൽഹംദുലില്ലാഹ് നമ്മുടെ മറ്റൊരു സംരംഭമാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തിബ്ബു സ്വലാത്തും അസ്മാൽ ഹുസ്നയും അസ്മാൽ ബദറും ചൊല്ലുന്നൊരു ചാനലാണ്. അതോടൊപ്പം നമ്മൾ പുതിയൊരു സംരംഭം കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഥകൾ കേൾക്കാൻ, ഇസ്ലാമിക സംഭവങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ കേൾക്കാൻ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ആ ചാനലിന്റെ പേര്. എല്ലാ ദിവസവും
ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് അതിലൂടെ നിങ്ങൾക്കൊരു ചെറിയ കഥാരൂപത്തിൽ ചരിത്രങ്ങൾ കേൾക്കാൻ അവസരമുണ്ട്. ആ 3 ചാനൽ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി, ബദറിൻ തീരം ചരിത്ര കഥകൾ, ഇത് 3 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.